അങ്ങനെ ഇന്ന് ഈദ് ഡേ. അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യവും രാവിലെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ പോകുന്നതാണ്. ഈ പ്രാവശ്യം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാ നമസ്കാരമൊക്കെ ഉണ്ടായിരുന്നു കൊത്തായിക്ക്. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു. അപ്പോൾ കൊയ്ത രാവിലെ എന്നെ കണ്ടില്ല പെരുന്നാപ്പിടി തരാനായിട്ട്. ഞാൻ പിള്ളേരുടെ പുറകെ പിള്ളേരെ ഒരുക്കുന്ന തിരക്കിലൊക്കെ. അപ്പോൾ കൊയ്ത പള്ളിയിൽ പോകാനുള്ള തിരക്കില്ല. അപ്പോൾ ഇന്ന് റസ് നമ്മളെ പെരുന്നാപ്പിടിയൊക്കെ പറഞ്ഞ് എനിക്ക് പെരുന്നാപ്പിടിയൊക്കെ തന്നു. അങ്ങനെ നമ്മൾ ഏലപ്പാറ റൂട്ടിലോട്ട് വണ്ടി തിരിച്ചിട്ടിട്ട് എങ്ങോട്ടാണ് പോകാനുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരും എല്ലാം ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഇസുവിനോട് എങ്ങോട്ടാ? അപ്പോൾ ഇസു പറയുന്നുണ്ട് പരുന്തുംപാറയൊക്കെയാണ്. പക്ഷെ നമ്മൾ പരുന്തുംപാറയ്ക്കല്ല കേസ് പോകുന്നത്, നേരെ വാഗമണ്ണിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ വാഗമണ്ണിലേക്ക് പോവാണ്. അപ്പം തങ്ങൾപാറ കോലാഹലമേട് അവിടെ പോയി ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പോയത്. പക്ഷേ അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അവിടെ ഭയങ്കര പൊടിയാണ്. ഒന്നാമത് നമ്മുടെ വണ്ടിയിൽ ചെയർ ഇച്ചിരി കുറവാണ്. അപ്പം നമ്മൾ പോയാൽ പണി കിട്ടും. അപ്പം ഹസിവനച്ചിയോട് പറഞ്ഞപ്പോൾ ഹസിവനച്ചി നേരെ ആദ്യമേ വിട്ടു വണ്ടി. അപ്പോൾ ഹസിവനച്ചിയെ പോയി അമ്മയും കൂട്ടിക്കൊണ്ട് വരുവാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് വാഗമണ്ണിൽ അവിടെ ഒരു പ്ലേസ് നോക്കി നമ്മൾ നിർത്തി. അങ്ങനെ നമ്മൾ നമ്മുടെ നെയ്ച്ചോറും ഒക്കെ വിളമ്പാനായിട്ട് എല്ലാവരും സെറ്റായിക്കൊണ്ടെങ്കിൽ എല്ലാവർക്കും പ്ലേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണേലും പെരുന്നാളിലൊന്ന് വെളിയിൽ പോയി ഫുഡ് എല്ലാവരുമായിട്ട് കഴിക്കുമ്പോൾ ഒരു സുഖമല്ലേ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും പിന്നെ നമുക്ക് പപ്പടം, കച്ചമ്പറ്, സാലഡ്, പിന്നെ ബീഫ്, അങ്ങനെ നമ്മൾ അതെല്ലാം കൂട്ടി ചോറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫൈസൂട്ടിനാണെങ്കിൽ കഞ്ഞി കൊടുക്കുന്നതാണ് റസിനമ്മ. പിന്നെ അമീന അമ്മയ്ക്ക് അടിപൊളിയാന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും അടിപൊളിയായിരുന്നു, എല്ലാം റാഹത്തായി.